പോകുന്നത് സ്വിറ്റ്സർലാൻഡിലെ സൂറിക്കിലേക്കാണ്. ഇന്ന് ചെറുതായിട്ട് മഞ്ഞ് പെയ്തത് കൊണ്ട് തന്നെ റോഡിലൊക്കെ നിറയെ മഞ്ഞ് കിടപ്പുണ്ട്. ട്രെയിനിലാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്. അങ്ങോട്ടുള്ള നടപ്പിന്റെ ഇടയ്ക്ക് എടുത്ത വീഡിയോയാണിത്. ഇത് കണ്ടിട്ട് ബ്ലൂബെറി പോലെ ഉണ്ട്, പക്ഷെ എന്ത് ഫ്രൂട്ടാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ പറിച്ച് തിന്നാനൊന്നും നിന്നില്ല. ആ നേരെ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അവിടെ വരെ നമ്മൾ നടന്നാണ് പോകുന്നത്. കണ്ടോ, ഈ ഫ്രൂട്ട് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ വെയിലേക്ക് പോരാണ് ഇതുപോലത്തെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. എന്തായാലും കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇത് നടന്നു വരുന്ന വഴി ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു ഡോണറ്റും ഒരു ക്യാപ്പച്ചീനോയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സൂറിക് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ സ്റ്റേഷൻ ഒരു വലിയ സംഭവം തന്നെയാണ് കേട്ടോ. ഇവിടെ മൊത്തം 10-42 പ്ലാറ്റ്ഫോം. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ നല്ലൊരു ടാസ്ക് തന്നെയാണ് പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. എവിടെ നോക്കിയാലും എസ്കലേറ്റേഴ്സ് ആണ്, മുകളിലേക്ക് താഴത്തേക്ക് പോകും. ഒരു ഷോപ്പിംഗ് മാളിലുള്ളത്ര ഷോപ്സ് ഒക്കെ ഇവിടെ തന്നെ കൊണ്ട് തന്നെ ഒന്നിനും പുറത്ത് പോകേണ്ടി വരും. അതുപോലെ തന്നെ വളരെ ഉപകാരപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ബസ് സ്റ്റാൻഡും ട്രാം സ്റ്റേഷനും ഒക്കെ തൊട്ട് പുറത്ത് തന്നെയാണ് വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ ഇവിടുത്തെ ക്രിസ്മസ് സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ചെറുതായിട്ട് സ്നോഫോൾസ് ഉണ്ട്. അത് ഈ ഒരു ക്രിസ്മസ് സ്ട്രീറ്റിന്റെ ഭംഗി ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ഈ ഒരു എൻട്രൻസ് ആണ്. നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം നമ്മൾ ഗ്ലൗസ് ഒക്കെ റിമൂവ് ചെയ്യാതെ നമുക്ക് ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വന്ന വഴി ഞാൻ എന്താ കാണിച്ചു തരാം. ഇവിടുന്ന് താഴത്തേക്ക് പോകുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. ആ കാണുന്നതും ട്രെയിൻ തന്നെയാണ്. താഴെയും മേളിലും ഒക്കെ ഇവിടെ പ്ലാറ്റ്ഫോംസ് ആണ്. എന്തായാലും ഈ സ്ട്രീറ്റിനകത്തേക്ക് കയറിയിട്ടുള്ള കാഴ്ചകൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടുന്ന് നേരെ ഫുള്ള് ഷോപ്സ് ആണ്. ഇതിന്റെ റൈറ്റ് സൈഡ് ആയിട്ടാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഞാൻ കാണിച്ചു തരാം. കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങളുടെ ഡിന്നർ എന്തായാലും ഇവിടെ നിന്ന് തന്നെ ആക്കാന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഷവർമ പോലത്തെ ഒരു ഐറ്റം ആണ്. ഇത് ഞങ്ങൾക്ക് 2 പേർക്ക് ഫില്ലാവുന്നത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് ട്രെയിനിൽ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.